കൈ നീളമുള്ള വെള്ളക്കുപ്പായം, പോക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത പേഴ്സ്, നീളൻ മാല, പിന്നിലേക്ക് കൈ എപ്പോഴും കെട്ടിത്തന്നെയാകും നിൽക്കുക. ചുവന്ന കണ്ണുകളോടെ ആരെയും വെറുപ്പിക്കുന്ന കർക്കശമുള്ള നോട്ടം. അഫ്ഗാരി മേഖല അടക്കി വാണ ആനക്കാട്ടിൽ ഈപ്പച്ചനെ മറക്കാത്ത മലയാളികളില്ല. പൗരുഷം നിറഞ്ഞ മാസ് ഡയലോഗിലൂടെ മലയാള സിനിമയെ അടിമുടി മാറ്റിയെഴുതിയ മഹാനടൻ. ഇതുവരെ ചെയ്തു വെച്ച സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കാൽവെച്ച സിനിമ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ ആ സിനിമയുടെ വിജയം ആസ്വദിക്കാൻ ദൈവം അദ്ദേഹത്തിന് ആയുസ് നൽകിയില്ല. ലോകത്തോട് വിട പറയുമ്പോൾ മലയാളി ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള അഭിനയ മികവ് കാഴ്ചവെച്ചാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഉള്ളിൽ കെടാത്ത കനലെരിയുന്ന ആനക്കാട്ടിൽ ഈപ്പച്ചനെ മലയാളിക്ക് സമ്മാനിച്ച മണ്ണടിപ്പറമ്പിൽ MG സോമശേഖരൻ നായർ എന്ന MG സോമൻ. 1997 കാലഘട്ടം. മലയാള സിനിമയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സിനിമകൾ റിലീസ് ചെയ്തിരുന്ന സമയം. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ശനിയാഴ്ച റിലീസിനായി എത്തുന്നു. ആദ്യ ഷോ വിചാരിച്ചതുപോലെ പ്രേക്ഷകരുടെ ഒരു തള്ളിക്കയറ്റമില്ലാതെ കടന്നുപോയി. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു. തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ബോർഡുകൾ തൂങ്ങി. പിന്നീട് ആ ചിത്രം സൂപ്പർ ഹിറ്റ് ചാർട്ടിലേക്ക് മാറി. സിനിമ അങ്ങനെ ഹിറ്റായി ഓടുമ്പോൾ അതിൽ പ്രധാന വേഷത്തിലെത്തിയ നടൻ ആശുപത്രിയിൽ കിടക്കയിലാണ്. ജനാല തുറന്നാൽ കാണും വിധം മതിലിന്റെ പോസ്റ്ററിൽ സിനിമയുടെ വിജയം കണ്ട് താരം അടുത്തിരിക്കുന്ന തന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ സിനിമ 100 ഓടും. എന്നാൽ ആ ചിത്രത്തിന്റെ 100ാം ദിനം ആഘോഷിക്കാൻ ആ നടൻ ഈ ലോകത്തുണ്ടായിരുന്നില്ല. തന്റെ 56ാം വയസ്സിൽ ജീവിതവേഷം അഴിച്ചുവെച്ച് അയാൾ യാത്രയായി. അതായിരുന്നു ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റി നടന്നിരുന്ന ചിത്രം, ലേലം. ബിഷപ്പിന്റെ മുഖത്ത് നോക്കിപ്പോലും തന്റെ നിലപാട് തുറന്നു പറയുന്നവനായിരുന്നു ഈപ്പച്ചൻ. മാസ് ഡയലോഗുകൾ കൊണ്ട് തിയേറ്ററുകളിൽ ആർപ്പുവിളികളും കയ്യടികളും വാരിക്കൂട്ടിയ മനുഷ്യൻ. ചടുലമായ സംഭാഷണ ശൈലി, ഒരു നോട്ടം കൊണ്ട് പോലും എതിരാളിയെ വിറപ്പിക്കുന്ന പൗരുഷം. തന്നിലെ അഭിനയ പ്രതിഭയെ പ്രേക്ഷകരിലേക്ക് ഈപ്പച്ചനായി സമന്വയിപ്പിക്കാൻ സോമനോളം പോന്ന മറ്റാരുണ്ട് എന്ന് ലേലം കണ്ട ഓരോ പ്രേക്ഷകരും പറഞ്ഞു. MG സോമൻ എന്ന നടനല്ലാതെ മറ്റാർക്കാണ് ഈപ്പച്ചൻ ഇത്രമാത്രം കൊണ്ടാടാൻ കഴിയുന്നതെന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രേക്ഷകർ ഓർക്കുന്നു. ആനക്കാട്ടിൽ ഈപ്പച്ചൻ സിനിമയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രേം നസീറും സത്യനും മധുവും അരങ്ങുവാണ കാലത്ത് നായക സങ്കല്പങ്ങളെ തച്ചുടച്ചായിരുന്നു സോമന്റെ വരവ്. സൈനിക സേവനത്തിൽ നിന്നും രാജിവെച്ച് നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ആൾ. മലയാറ്റൂർ എഴുതി PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയായിരുന്നു സോമന്റെ അരങ്ങേറ്റ ചിത്രം. തുടക്കം തന്നെ സോമൻ എന്ന നടൻ മലയാള സിനിമയിൽ സ്ഥാനം പിടിച്ചിരുന്നു. KS സേതുമാധവന്റെ ചട്ടക്കാരിലെ ഉപനായകൻ റിച്ചാർഡ് കരിയറിലെ ബ്രേക്കിംഗ് വേഷമായി. നിഷേധിയായ ചെറുപ്പക്കാരനിലൂടെ തുടങ്ങി കാമുകനായും ഭർത്താവായും സഹോദരനായും വില്ലനായും ചതിയനായും പലകുറി പല വേഷങ്ങൾ സോമൻ അണിഞ്ഞു. ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം എന്നീ സിനിമകളിലൂടെ മികച്ച സഹനടനുള്ള അവാർഡും സോമൻ നേടിയെടുത്തു. തൊട്ടടുത്ത വർഷം തന്നെ മികച്ച നടനുള്ള അവാർഡും സ്വന്തമാക്കി. ജയനും സുകുമാരനും കത്തിക്കയറിയ സമയത്തും സൂപ്പർ സ്റ്റാർ പദവി തന്നെയായിരുന്നു സോമന്. ഒരിക്കലും നായകനാവണമെന്ന് വാശി പിടിക്കാതെ പ്രതിനായകന്റെ റോളിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശബ്ദം കൊണ്ട് ഞെട്ടിക്കാനും നോട്ടം കൊണ്ട് വിറപ്പിക്കാനും സോമൻ അനായാസം കഴിഞ്ഞു. കർക്കശക്കാരനായ സോമൻ പ്രിയദർശൻ സിനിമകളിലൂടെ ചിരിപ്പിച്ചു. ബോയിങ് ബോയിങ്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, അക്കരെ അക്കരെ തുടങ്ങിയ സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ തനിക്ക് കോമഡി വഴങ്ങുമെന്നും സോമൻ തെളിയിച്ചു. അതെ, സോമനെ മികച്ച വില്ലനായും പ്രിയൻ അവതരിപ്പിച്ചു. ഒരായുസ് മുഴുവൻ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ നൽകിയെങ്കിലും MG സോമൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ആനക്കാട്ടിൽ ഈപ്പച്ചനായിട്ട് തന്നെയാണ്.